ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. 8ാം അധ്യായമായിട്ടുള്ള അക്ഷര ബ്രഹ്മയോഗം അല്ലെങ്കിൽ താരക ബ്രഹ്മയോഗം എന്ന ഈ അധ്യായം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി. 7ാം അധ്യായം ഉപസംഹരിച്ചത് ഭഗവാൻ എങ്ങനെയാണ്? 8 ഇവിടെ അർജുനൻ്റെ ചോദ്യമാണ്. കിം തത് ബ്രഹ്മ കിം അധ്യാത്മം കിം കർമ്മ പുരുഷോത്തമ അതിഭൂതം ച കിം പ്രോക്തം അതിദൈവം കിമുച്യതേ. മാത്രമല്ല, അതിയജ്ഞ കഥം ഗോത്ര ദേഹേസ്മിൻ മധുസൂദന പ്രയാണകാലേച്ച കഥം ജ്ഞേയോസി ഭരതർഷ് നിയതാത്മഭിഹി. അർജുനൻ ചോദിക്കുന്നു. അർജുനൻ്റെ ചോദ്യങ്ങൾ ഇവിടെ അർജുനൻ ചോദിച്ചത് 7 ചോദ്യങ്ങളാണ്, 7 സംശയങ്ങളാണ് അർജുനൻ ഉന്നയിക്കുന്നത്. 7 കാര്യങ്ങളിൽ അർജുനന് വ്യക്തത ആവശ്യമുണ്ട്. ഒന്ന്, ബ്രഹ്മം. എന്താണ് ബ്രഹ്മം? രണ്ടാമത്തേത്, എന്താണ് അധ്യാത്മം? മൂന്നാമത്തേത്, എന്താണ് കർമ്മം? നാലാമത്തേത്, അതിഭൂതം എന്താണ്? അഞ്ചാമത്, അതിയജ്ഞം എന്താണ്? അതിദൈവം എന്താണ്? അതുപോലെ ഈ ദേഹത്തിൽ ഈ അതിയജ്ഞൻ്റെ സ്ഥിതി. ഇങ്ങനെ 7 കാര്യങ്ങളെക്കുറിച്ചാണ് അർജുനൻ്റെ ചോദ്യം. ഭഗവാൻ അതിന് ഉത്തരം പറയുന്നുണ്ട്. ആ ഉത്തരം എന്താ ഭഗവാൻ പറയുന്നത്? ശ്രീ ഭഗവാനുവാച, 3ാമത്തെ ശ്ലോകത്തിൽ 8ാം അധ്യായത്തിൽ, അക്ഷരം ബ്രഹ്മ പരമം സ്വഭാവോധ്യാത്മമുച്യതേ ഭൂതഭാവോദ്ഭവകരഃ വിസർഗ കർമ്മ സംജ്ഞിതഃ. ഭഗവാൻ അർജുനൻ്റെ ഈ 7 സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു. ആദ്യം ഭഗവാൻ പറയുന്നു, എന്താണ് ബ്രഹ്മം എന്ന്. എന്താണ് ബ്രഹ്മം? അക്ഷരം ബ്രഹ്മ പരമം. പരമം അക്ഷരം ബ്രഹ്മ. പരമമായി നാശമില്ലാത്ത അക്ഷരം എന്ന് പറഞ്ഞാൽ ക്ഷരരഹിതം, അതാണ് അക്ഷരം. നാശമില്ലാത്തതായിട്ടുള്ള യാതൊന്നാണോ അതാകുന്നു ബ്രഹ്മം. നമുക്ക് തോന്നുന്നു ആദ്യം നമുക്ക് ഈ ബ്രഹ്മത്തെക്കുറിച്ച് നന്നായിട്ടൊന്ന് മനസ്സിലാക്കാം. എന്താണ് ബ്രഹ്മത്തെക്കുറിച്ച് ഭഗവാൻ ഇവിടെ പറഞ്ഞത്? അക്ഷരം പരമം ബ്രഹ്മ. അക്ഷരമാകുന്നു ബ്രഹ്മം. ഇത്രയേ ഉള്ളൂ? അല്ല എന്ന് പറയാം. ഈ അക്ഷരം പരമം ബ്രഹ്മ എന്ന് പറയുന്നത്, ഇവിടെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് എല്ലാം ഒന്ന് മനസ്സിലാക്കിയാൽ വളരെ നല്ലതാണ്. അത് ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്ന നിർഗുണ ബ്രഹ്മത്തെ ആണ് അക്ഷരം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അക്ഷരം എന്നുള്ളത് മാത്രമല്ല, നിർഗുണ ബ്രഹ്മത്തിന്, നിർഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഗുണരഹിതം, ഒന്നിനെയും അപേക്ഷിക്കാതെ സ്വതന്ത്രമായി നിലകൊള്ളുന്നത്. അതാണ് അതിൻ്റെ അവസ്ഥ. ആ നിർഗുണ ബ്രഹ്മത്തെ കുറിച്ച് പറയുമ്പോഴാണ് എന്തു പറയുക? അചിന്യം, അവ്യക്തം, അപാപവിദ്ധം
എന്നുള്ളതൊക്കെ ഉപയോഗിക്കുന്നത് എവിടെയാണ്? ഈ പറഞ്ഞ നിർഗുണ ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നിടത്താണ്. ആ നിർഗുണ ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നിടത്ത് ഒരുപാട് ശബ്ദങ്ങളുണ്ട്. സച്ചിദാനന്ദം, സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ. ഉപനിഷത്തിൽ ഒരുപാട് ഉദ്ധരണികൾ സർവത്രയുണ്ട്. ഇത് രണ്ടും നമുക്ക് പലപ്പോഴും സംശയങ്ങൾക്കിട നൽകാറുണ്ട്. അതെന്തുകൊണ്ടാണ് എന്നാണെങ്കിൽ നമ്മൾ അതിനെ അങ്ങനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അപ്പം നിർഗുണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ, ആ തലത്തിൽ ബ്രഹ്മത്തെക്കുറിച്ച് പറയുമ്പോൾ ഭഗവാൻ മുൻ അധ്യായത്തിൽ പറഞ്ഞതുപോലെയാണ്, എൻ്റെ നിർഗുണമായ അവസ്ഥയെ അറിയുന്നില്ല മൂഢന്മാർ, എന്നിട്ടോ സഗുണമായ ഭാവം മാത്രമാണ് ഞാൻ എന്ന് കരുതുന്നു. അവിടെയാണ്. അപ്പോൾ ഈ നിർഗുണമാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം. അത് നമ്മൾ മറന്നു പോകരുത്. അപ്പം അതിൽ സഗുണത്തിലേക്ക് വരുമ്പോൾ അതിനെ എങ്ങനെയാണ് അറിയേണ്ടത്? സഗുണത്തിൽ വരുമ്പോഴാണ് ഈ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവുമൊക്കെ ബ്രഹ്മത്തിൽ കൽപ്പിക്കുന്നത്. കൽപ്പനയാണ്. അങ്ങനെ ബ്രഹ്മത്തിന് സ്രഷ്ടാവായി സങ്കല്പിക്കുന്ന സമയത്ത് ആ ബ്രഹ്മത്തെ തന്നെയാണ് സൃഷ്ടിയുടെ അധിപനായിട്ട്, ബ്രഹ്മാവായിട്ട് നമ്മൾ കാണുക. ഇതിനെ സംരക്ഷിക്കുന്ന ഒരു പ്രക്രിയയിലൂടെ നമ്മൾ വിഷ്ണുവിനെ കാണുന്നു. ഇതിനെ ഉപസംഹരിക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നിടത്ത് മഹേശ്വരനെ കാണുന്നു. അപ്പം സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഇതിൻ്റെ 3 മൂർത്തികൾ. ഇതാണ് ഇതിലെ ആദ്യത്തെ കൽപ്പനകൾ എന്ന് പറയാം. കൽപ്പന. അപ്പം ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും എന്ന് പറയുന്നത് എന്താണ്? അത് ബ്രഹ്മത്തിൻ്റെ സഗുണമായ ഭാവമാണ്, ഗുണത്തോടു കൂടിയിട്ടുള്ളതാണ്. അത് മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോഴോ ഇതെന്താണ്? ഇത് സർവവ്യാപിയാണ്, സർവജ്ഞനാണ്, സർവശക്തിമാനുമാണ്. ആര്? ഈ സത്യം, ഈ ബ്രഹ്മം. സ്വാമിജി അതിനെയാണ് ഇവിടെ ഓം എന്ന് പറയുന്നത്, അക്ഷരം എന്ന് പറഞ്ഞത്. ഓമിൽ നിഹിതമാണ്. ചിന്മയാനന്ദ സ്വാമികൾ വളരെ മനോഹരമായ 3 വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ഇംഗ്ലീഷിലെ ഗംഭീരമായിട്ടുള്ള വാക്കാണത്. ഒംനിഷ്യൻ്റ്. എന്താണ് ഒംനിഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സർവജ്ഞൻ, സർവജ്ഞൻ. അതുപോലെ ഒംനിപ്രസൻറ്റ്, സർവവ്യാപി. ഒംനിപൊട്ടൻ്റ്, സർവശക്തൻ. ഈ ഒംനിഷ്യൻ്റും ഒംനിപ്രസൻറ്റും ഒംനിപൊട്ടൻറ്റും, ഇത് മൂന്നിലും, ഈ 3 വാക്കുകളിലും എന്തുണ്ടെന്നറിയോ? ഓമുണ്ട്. ഇതിൻ്റെ ആരംഭം തന്നെ ഓമാണ്. അപ്പോൾ ഓമിൽ നിഹിതമാണ്. സ്വാമിജി അത് മനോഹരമായിട്ട്, സ്വാമിജിയുടെ പിന്നെ ഈ വാക്കുകളുടെ അത് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക പ്രാവീണ്യമുണ്ടല്ലോ, അതിമനോഹരമായിട്ട് പറയും. അപ്പോൾ സർവജ്ഞനും സർവശക്തനും സർവവ്യാപിയുമായി നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എന്താണ് ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത്? അദ്വൈതപരമായിട്ടാണ്, രണ്ടില്ലാത്തതായിട്ടുള്ളത്.
അപ്പോൾ ബ്രഹ്മത്തെ ബൃഹ് ധാതുവാണ്, അത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്, വിപുലീകരിക്കപ്പെട്ടിട്ടുള്ളത്, വിപുലീകരിച്ചുകൊണ്ടിരിക്കുന്നത്, ബൃഹത്വാത്. വേദത്തിൽ പറയുമ്പോൾ, ഉപനിഷത്തിൽ പറയുമ്പോൾ അത് പറയും, അതിനെ അറിയേണ്ടതെങ്ങനെ, എന്താണ് ബ്രഹ്മം എന്ന് ചോദിച്ചാൽ, യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തീതി തദ് ബ്രഹ്മേതി വിജിജ്ഞാസസ്വ. അറിഞ്ഞാൽ ഏത്? അത്. ഇമാനി ഭൂതാനി യഥോവ എവിടെ നിന്നാണ്? ജായന്തേ ഉണ്ടാകുന്നത്. അപ്പം ഈ ഭൂതങ്ങളെയെല്ലാം ഉണ്ടാക്കുന്നത് ആരാണ്? ബ്രഹ്മാവാണ്. യേന ജാതാനി ജീവന്തി, എവിടെയാണ് അതൊക്കെ നിലനിൽക്കുന്നത്? ആ നിലനിർത്തുന്നത് ആരാണ്? മഹാവിഷ്ണുവാണ്, സ്ഥിതിയാണ്. യത് പ്രയന്തി അഭിസംവിശന്തീതി, യാതൊന്നിലേക്കാണ് അത് വിലയിക്കുന്നത്? അതിന് പ്രളയം, അതിൻ്റെ നാശനം, അതാണ് ശിവൻ, മഹാദേവൻ. അപ്പം ഇമാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തീതി തദ് ബ്രഹ്മേതി വിജിജ്ഞാസസ്വ. അതിനെ ബ്രഹ്മം എന്നറിഞ്ഞാൽ. അപ്പം ബ്രഹ്മത്തിലാണ് ഇതുണ്ടായി, ബ്രഹ്മത്തിൽ നിലനിന്ന് ബ്രഹ്മത്തിലേക്ക് തന്നെ വിലയിക്കുന്നു. അപ്പം ഇവിടെ എന്താണ് ഭഗവാൻ പറഞ്ഞു? അക്ഷരം ബ്രഹ്മപരമം. ആ പരമമായ പരമം അക്ഷരം ബ്രഹ്മ. പരമം എന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ മനസ്സിലാക്കുക, ദേശം കൊണ്ടോ കാലം കൊണ്ടോ വസ്തുവിനെ കൊണ്ടോ പരിമിതപ്പെടുത്താൻ പറ്റാത്തത്. ദേശത്തിനും കാലത്തിനും വസ്തുവിനും പരിമിതമാക്കാൻ സാധിക്കാത്തതേതോ അതാണ് പരം എന്ന് പറയുന്നത്. അക്ഷരമാണ്, ക്ഷരരഹിതമാണ്, നാശരഹിതമാണ്. അതാണ് എന്ത്? ബ്രഹ്മം എന്ന് അർജുനൻ്റെ ഒന്നാമത്തെ 7 സംശയങ്ങളിലെ 7 ചോദ്യങ്ങളിലെ സംശയത്തിലെ അർജുനൻ അവതരിപ്പിച്ച 7 സംശയങ്ങളിലെ ഒന്നാമത്തേതിന് ഉത്തരമായി. പ്രപഞ്ചത്തിൻ്റെ പരമകാരണം. അപ്പോൾ ആ പ്രപഞ്ചത്തിൻ്റെ പരമകാരണത്തെ അവതരിപ്പിക്കുമ്പോൾ എന്താണ് ഉപയോഗിക്കുന്ന ശബ്ദമാണ്. മറ്റത് കാര്യമാണ്. ഇനി ഈ കാര്യവും കാരണവും രണ്ടാണോ? അല്ല, രണ്ടല്ല. ആ ചർച്ചയിലേക്കൊക്കെയാണ് ഇനി നമ്മൾ കൊണ്ടുപോകുന്നത്. ഓൾറെഡി ആ ചർച്ചയൊക്കെ കഴിഞ്ഞിട്ടുള്ള, എന്നാലും ആ ചർച്ച ഇനി ഉണ്ടാവും. ഇത് തമ്മിലുള്ള ബന്ധവും എല്ലാം. അപ്പം ഇതിലാണിത് നിലനിൽക്കുന്നത്. കാരണം ബ്രഹ്മത്തെ സംബന്ധിച്ച് ചിലപ്പോൾ നമുക്ക് ഓരോരോ ധാരണകളുണ്ടാവും. എന്താ നമ്മുടെ ധാരണ? ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ചിലർ പറയുന്ന സമയത്തൊക്കെ പറയും അതൊരു സച്ചിദാനന്ദ കട്ടയാണ് എന്നൊക്കെ നമ്മൾ കേൾക്കും. അപ്പം നമ്മൾ ഈ കട്ട എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു കട്ടയുടെ വൃത്തി ഉണ്ടാവും, ഒരു സങ്കല്പം ഉണ്ടാവും. അതൊരു ഇഷ്ടിക പോലെ, അല്ലെങ്കിൽ വലിയൊരു കല്ല്, ഒരു കട്ട, അത് ഇങ്ങനെ പ്രകാശപൂർണമായത് എന്നൊക്കെ കേൾക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ കൊല്ലൻ്റെ ആലയിലിട്ട് ഇങ്ങനെ പഴുപ്പിച്ച് വെച്ചതുപോലെ അതിങ്ങനെ എവിടെയോ ഇരുന്നിങ്ങനെ പ്രകാശിക്കുകയാണ്. അതാണ് ബ്രഹ്മം. ആ കട്ടയിലേക്കാണ് എല്ലാം പോയി ചേരുന്നത്. ഇങ്ങനെയൊക്കെ നമ്മളങ്ങോട്ട് സങ്കല്പിക്കും. നമ്മുടെ സംസ്കാരത്തിനനുസരിച്ച് നമ്മൾ ഓരോന്നും സങ്കല്പിച്ച് കൂട്ടും. അതുകൊണ്ടാണ് ഉപനിഷത്തിൽ ഇങ്ങനെ പറഞ്ഞത്, എന്താണ്? ഇതല്ല, നീ ബ്രഹ്മമെന്ന് പറഞ്ഞു ഉപാസിക്കുന്നത് അതല്ല. കേനോപനിഷത്ത് അതിനെ മുഴുവൻ നിഷേധിക്കുന്നത് അങ്ങനെയാണ്. യത് വാചാനഭ്യുദിതം
യേന വാഗഭ്യുദ്യതേ തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യദിദമുപാസതേ യച്ചക്ഷുഷാ ന പശ്യതി യേന ചക്ഷുംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യദിദമുപാസതേ യന്മനസാ ന മനുതേ യേനാഹുർമനോമതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യദിദമുപാസതേ യത് പ്രാണേന ന പ്രാണിതി യേന പ്രാണപ്രണീയതേ തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യദിദമുപാസതേ യത് ശ്രോത്രേണ ന ശൃണോതി യേന ശ്രോത്രമിദം ശ്രുതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യദിദമുപാസതേ. അങ്ങനെ ആവർത്തിച്ച് 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 നീ ബ്രഹ്മമെന്ന് പറഞ്ഞു ഉപാസിക്കുന്നത് ബ്രഹ്മമല്ല. എന്തുകൊണ്ട്? ബ്രഹ്മത്തെ കൃത്യമായി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതാണ് ബ്രഹ്മം, ഇതാണ് ബ്രഹ്മസ്ഥാനം എന്നൊക്കെ കരുതിയാൽ പെട്ടുപോയി. അങ്ങനെ അതിനൊരു സ്ഥാനമൊന്നുമില്ല. അപ്പം എന്താണ് ബ്രഹ്മം? അക്ഷരം ബ്രഹ്മ. അപ്പം സഗുണമായിട്ട് ആരാധിക്കുന്നതോ എല്ലാം അത് തന്നെയാണ്. സഗുണ ആരാധനകളൊക്കെ അതിനുള്ള ആരാധനയാണ്. അതേതും ആവാം, അതിൻ്റെ പ്രതീകങ്ങളാണ്. ഇത് രണ്ടും നമുക്ക് മാറിപ്പോകരുത്. ഈ നിർഗുണവും സഗുണവും. സഗുണ ആരാധകർ നിർഗുണത്തെ പാടെ വിസ്മരിക്കുകയാണ് എങ്കിൽ അത് അവിദ്യയുടെ മാർഗമാണ്. അത് ഓർക്കണം. പിന്നെ എന്തില്ല? ലക്ഷ്യമില്ല. മാർഗത്തെ തന്നെ ലക്ഷ്യമായി കരുതുന്നു. അതാണ് അവിടെ പ്രശ്നം. അവർക്കൊരു കാലത്തും ഗതി ഉണ്ടാവില്ല. അതാണ് ശങ്കര ഭഗവത്പാദരൊക്കെ പറയുന്നത്. കുരുതേ ഗംഗാസാഗരഗമനം വ്രതപരിപാലന മതവാദാനം ജ്ഞാനവിഹീന സർവമതേന മുക്തിം ഭജതി ന ജന്മശതേന. എന്തെന്ത് ആചരണങ്ങളൊക്കെ ചെയ്യുന്നുവോ, അത് ഗംഗയിൽ മുങ്ങലായാലും കുംഭമേളയിൽ മുങ്ങിയാലും കുരുതേ ഗംഗാസാഗരഗമനം, അങ്ങനെ തന്നെയാണ് പറയുന്നത്. എന്നിട്ട് പറയാം ഇത് എൻ്റെ പുണ്യമാണ്, ജന്മപുണ്യമാണ്. എങ്ങനെയത് പുണ്യമാവുക? ജ്ഞാനവിഹീന, അറിവില്ലാതെ ആണെങ്കിലോ എന്നാൽ ജന്മശതേന, 100 ജന്മം ഇങ്ങനെ മുങ്ങിയിട്ടും കാര്യമില്ല. കുരുതേ ഗംഗാസാഗര ഗമനം വ്രതപരിപാലന മതവാദാനം, വ്രതങ്ങൾ ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാം തന്നെ ജ്ഞാനവിഹീന, അറിവില്ലാതെയാണെങ്കിൽ നമുക്കത് ബന്ധനം ഉണ്ടാക്കും എന്നല്ലാതെ മോചനം ഉണ്ടാവില്ല. അപ്പോൾ ഈ നിർഗുണമായതിൻ്റെ നല്ല ബോധ്യം ഉണ്ടെങ്കിൽ സഗുണത്തിന് എന്തുണ്ടാവുള്ളൂ? അത് സാർത്ഥകമാകും. ഏതായാലും അർജുനൻ്റെ ഈ ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ളതാണ്. അർജുനൻ ബ്രഹ്മത്തെക്കുറിച്ച് ചോദിച്ചു. അപ്പം ആ ബ്രഹ്മത്തെ സഗുണത്തിലാണോ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത്? മഹാവാക്യത്തിൽ പറയുമ്പോൾ എന്താ പറയുക? ഈ ബ്രഹ്മത്തെക്കുറിച്ചാണ് 4 മഹാവാക്യങ്ങളും ബ്രഹ്മത്തെ സംബന്ധിക്കുന്നതാണ്. അയമാത്മാ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, തത്വമസി. അവിടെ തത്പദം കൊണ്ട് ബ്രഹ്മത്തെയാണ് സൂചിപ്പിക്കുന്നത്. ബാക്കി എല്ലായിടത്തിലും ആ ബ്രഹ്മശബ്ദം തന്നെയുണ്ട്. അയമാത്മാ ബ്രഹ്മ. ഏതൊന്നാണോ ഞാൻ അനുസന്ധാനം ചെയ്യാൻ ശ്രമിക്കുന്നത്, അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്, അത് തന്നെയാണത്. അതെന്താണ്? പ്രജ്ഞാനം, പ്രകൃഷ്ടമായ ജ്ഞാനമാണ്. അതാരാണ്? അത് ഞാനാണ്. അത് ഞാനാണ്. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുമ്പോൾ, ഞാൻ അതാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വേറൊരു പറച്ചിലാണ് നീ അതാണ് എന്നുള്ളത്, തത്വമസി. ഉപദേശങ്ങളിലും അനുസന്ധാനങ്ങളിലും ഉപയോഗിക്കുന്ന ശബ്ദങ്ങളിലും ഒക്കെ എന്തുണ്ട്? സഗുണമുണ്ട്. അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നിർഗുണമാണ്. അതുകൊണ്ട് അതിന് മഹാവാക്യം എന്ന് പറയുന്നത് തന്നെ അതാ. മനനം ചെയ്യാനുണ്ടത്.
അപ്പോൾ ഈശാവാസ്യമിതം സർവം, അവിടെ ഈശ എന്നുള്ള ശബ്ദം കൊണ്ട് എന്താ പറയുന്നത്? ബ്രഹ്മം. ഭാഗവതം പറയുമ്പോൾ ആത്മാവാസ്യമിതം സർവം, ബ്രഹ്മം. ആത്മാ ശബ്ദം കൊണ്ട് ബ്രഹ്മമാണ്, ഈശ ശബ്ദം കൊണ്ട് ബ്രഹ്മമാണ്. അപ്പം നിർഗുണ ഭാവത്തിൽ ബ്രഹ്മത്തെ സൂചിപ്പിക്കുമ്പം ഇത്തരം അനേക ശബ്ദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതെല്ലാം നമുക്ക് ഓർമ്മ വേണം. അവിടെയാണ് ഈ അചിന്ത്യം, അവ്യക്തം, അരൂപം, അചലം, സ്ഥാണു, കൂടസ്ഥം, ധ്രുവം എന്നൊക്കെ ഉപയോഗിക്കുന്നത്. അതെല്ലാം അതിൻ്റെ പര്യായങ്ങളാണ്. ഇതിപ്പം നമുക്ക് രണ്ട് ഭാവങ്ങളിൽ ഇതിനെ കാണാൻ നമുക്ക് പറ്റാറില്ല. അതാണ് പ്രശ്നം. നമുക്കിത് കൂടിക്കുഴഞ്ഞിരിക്കുക. എന്നിട്ട് അത് പറയുമ്പോൾ ഇതിൽ വിശ്വസിച്ച് ഉറച്ചവർക്കാണ് ഇതിൽ വലിയ പ്രശ്നം ഉണ്ടാവുക. അതങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക എന്ന് ചോദിക്കുക. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ജന്മത്തെ ശ്രീകൃഷ്ണൻ പറയുകയാണ് അയഥാർത്ഥ്യമാണ്, മൂഢന്മാരങ്ങനെ കരുതുന്നു. വാസ്തവത്തിൽ നമ്മുടെ ജന്മവും അങ്ങനെ തന്നെയല്ലേ? അതെ. ഞാനും ഒരു സ്ഥലത്ത്, നമ്മൾ ഓരോരുത്തരും കരുതുകയാണ്, ഞാനും ഒരു സ്ഥലത്ത് ജനിച്ചു, ഇതാ ഞാൻ ഇല്ലാതെയാകും എന്ന് കരുതുന്നത് എന്നിലെ മൂഢതയാണ്. വേദാന്തപരമായി എന്നിലെ അജ്ഞാനമാണത്. എന്താ എൻ്റെ അജ്ഞാനം? ഞാൻ ജനിച്ചു, അതുകൊണ്ട് എനിക്ക് മരണമുണ്ട്, എനിക്ക് വൃദ്ധിക്ഷയങ്ങളുണ്ട് എന്നത് എന്നെ സംബന്ധിക്കുന്ന അജ്ഞാനം തന്നെയാണ്. ജ്ഞാനം എന്താണ്? ഞാൻ ജനിച്ചിട്ടുമില്ല, അതുകൊണ്ട് എനിക്ക് മരണവുമില്ല. അപ്പം പിന്നെ ഞാൻ ആരാണ്? ശരീര മനോബുദ്ധി ഉപാധിയിൽ നിന്നാണോ ഞാൻ ഈ ഞാൻ എന്ന് പറയുന്നത്? അല്ല, എൻ്റെ അസ്തിത്വം വേറെയാണ്. കഴിഞ്ഞതിൽ സൂചിപ്പിച്ചതുപോലെ സൂര്യനെ നോക്കിയിട്ട് സൂര്യനിൽ നിന്ന് പറയാണ്, എടാ പൊട്ടന്മാരെ, എനിക്കെന്തില്ല, ഉദയവും അസ്തമയവും ഇല്ല. നിങ്ങൾ വെറുതെ പറയാണ് എൻ്റെ ജന്മസ്ഥാനമാണ് കിഴക്കെന്നും എൻ്റെ സമാധിയാണ് പടിഞ്ഞാറ് എന്നൊക്കെ നിങ്ങൾ പറയുന്നതാണ്. അത് നിങ്ങളുണ്ടാക്കിയ എൻ്റെ ജനിച്ച സ്ഥലമാണ് കിഴക്കും എൻ്റെ സമാധി പടിഞ്ഞാറും. നിങ്ങൾ ആഘോഷിക്കുന്നതാണ്. നിങ്ങൾ വലിയ കലണ്ടറിലൊക്കെ ഇങ്ങനെ എഴുതി വയ്ക്കുന്നുണ്ട്. എന്ന് അതെങ്ങനെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്? രണ്ടിനെയും നമ്മൾ ഉൾക്കൊള്ളണം. അതുപോലെ ഇവിടെ ഇത്രയേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതെന്താന്ന് പറഞ്ഞാൽ ചിലവത് ശരിയാവും, ചിലവത് ശരിയാവില്ല. മനസ്സിലാക്കലേ, ചിലർക്ക് മനസ്സിലാവും, ചിലർക്ക് മനസ്സിലാവില്ല. ചിലർക്ക് പേടിയാണ് മനസ്സിലാക്കാൻ, എന്തോ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളൊരു ധാരണയാണ്. നിങ്ങളിത് മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങളുടെ ഈ സഗുണ ആരാധന സാർത്ഥകമാകുന്നത്. അങ്ങനെ സഗുണ ആരാധന സാർത്ഥകമാകണമെങ്കിൽ ഈ നിർഗുണത്തെ നന്നായി ബോധിക്കണം. അപ്പോഴാണ് ഇതിൽ വൃത്തിയും വെടിപ്പും ഉണ്ടാവുക. അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഇതിനെ പലപ്പോഴും നിങ്ങൾ കരുതുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ ഈ നിർഗുണത്തിൽ ഇതിനെ കൃത്യമായി അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തിയറി, അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ രഹസ്യം, തത്വം മനസ്സിലാക്കിയാൽ സഗുണത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യുന്നതിന്, കർമ്മങ്ങൾക്ക് കൂടുതൽ ശുദ്ധി ഉണ്ടാവും, വൃത്തിയും വെടിപ്പും ഉണ്ടാവും. അതല്ലാതെ വരുമ്പോൾ എന്താണെന്നറിയോ, പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിങ്ങളോട് സിമ്പിളായിട്ടൊരു കാര്യം പറയാം. നിങ്ങൾ അമ്പലത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന പ്രസാദം, ചന്ദനം, കുങ്കുമം, എന്തെങ്കിലും, നിങ്ങളത് തൊട്ടിട്ട് ബാക്കിയുണ്ട് നിങ്ങളുടെ കയ്യിൽ കുറച്ച്, നിങ്ങളത് നെറ്റിയിൽ തൊട്ട് വളരെ കുറച്ചേ ആവശ്യമുള്ളൂ. ഈ കൊടുക്കുന്ന ആൾക്ക് യാതൊരു വെളിപാടും ഇല്ലാതെ തോന്നിയതുപോലെ കുറേ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴെല്ലാം ഈ റെഡിമെയ്ഡ് കെമിക്കലാണ്. ചിലരൊക്കെ വളരെ ഒരു നുള്ളേ കൊടുക്കുള്ളൂ, നെറ്റിയിൽ തൊടാനുള്ളതേ ഉണ്ടാവുള്ളൂ, അത്രേ ആവശ്യമുള്ളൂ, അതേ കൊടുക്കാവൂ. ബാക്കിയുള്ളത് ഇവരെന്ത് ചെയ്യുന്നറിയോ, ഈ പുറത്തൊക്കെ കാണുന്ന ചില പ്രതിഷ്ഠകളുണ്ട്, പൂജകളൊന്നും അങ്ങനെ നടത്താത്തതാണ്, മരത്തിലും കല്ലിലും ഒക്കെ ആയിട്ടുള്ളത്.
ഇതിൽ കൊണ്ടുപോയിട്ട് തേച്ച് വയ്ക്കും നെറ്റിയിലൊക്കെ, ആ വിഗ്രഹത്തിൽ. ആ വിഗ്രഹത്തിന് പൂജയൊന്നും ഉണ്ടാവില്ല, അതാ ചുറ്റമ്പലത്തിൻ്റെയൊക്കെ അവിടെ ഉള്ളതാണ്. അപ്പോൾ ഈ സഗുണ ആരാധകരായിട്ടുള്ളവർ ഭഗവാന്റെ നെറ്റിയിൽ എൻ്റെ വക ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ ശരിക്കും നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? സഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്തായി? എല്ലാ ഗുണത്തോടും കൂടിയായി നമ്മുടെ തന്നെ പ്രതിരൂപമായിട്ടുള്ള ജീവനുള്ള ഒരു ശരീരമായിട്ടാണ് നമ്മൾ ആ വിഗ്രഹത്തെ, ഏത് പ്രതീകമാണോ അതിനെ കാണേണ്ടത്. അപ്പം അതിലിങ്ങനെ കൊണ്ട് തേക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ നെറ്റിയിൽ ഇങ്ങനെ മുഖത്തും ഇതിലൊക്കെ ഇങ്ങനെ തേച്ചിട്ടത് കണ്ടാൽ, തേക്കുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടമാവുമോ? ചിലരൊക്കെ ഇങ്ങനെ ഈ ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നൊക്കെ കാണാം, വെണ്ണയൊക്കെ ഇങ്ങനെ വെച്ച് വായയുടെ അവിടെയൊക്കെ ഇങ്ങനെ തേച്ചിട്ടിട്ടുള്ളത്. അത് ശരിയാണോ? ക്ഷേത്രത്തിലേക്കൊക്കെ, ക്ഷേത്രത്തിലെ കാര്യങ്ങളൊക്കെ വിട്ടേക്കും. വീട്ടിലെ പൂജാമുറി എടുക്കാം. പൂജാമുറിയിൽ ഇരിക്കുന്ന വിഗ്രഹങ്ങളും ആ ഫോട്ടോയും ആ പൂജാമുറിയും ഒക്കെ തന്നെ അങ്ങേയറ്റം ശുദ്ധമാണോ? പൊടിയും ഒരുമാതിരിപ്പെട്ട പല സ്ഥലങ്ങളിലും, എല്ലായിടത്തെ കാര്യം നമ്മൾ പറയില്ലേ, പലതും വീട്ടിലെ ബാക്കി എല്ലായിടവും വൃത്തിയുണ്ടാവും, പക്ഷേ ഈ പൂജാമുറി ഏറ്റവും വൃത്തികെട്ട സ്ഥലമാണ്. കാരണം എന്താണെന്നറിയോ? വീട്ടിൽ ജോലിക്കാരിയൊക്കെ ഉണ്ട്, ജോലിക്കാരിയെ ഞാൻ എൻ്റെ പൂജാമുറി കയറ്റാറില്ല എന്നാണ് പറയാറ്. പലരും അഭിമാനത്തോടു കൂടിയാണ് പറയാം. കാരണം അവർ എവിടെ നിന്നൊക്കെ വരുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ പൂജാമുറിയിൽ അവരെ കയറ്റാറില്ല. ബാക്കി എല്ലായിടത്തും അവൾ അടിച്ചു വൃത്തിയാക്കി വയ്ക്കും. അതുകൊണ്ട് അതൊക്കെ ബാക്കി എല്ലായിടവും വൃത്തിയുണ്ട്. ഇതോ എന്താണ്, ഇവരും ചെയ്യാറില്ല. ഒരു ദിവസം ഒരു 4-5 അമ്പലത്തിൽ പോയിട്ട് അവിടെ നിന്നൊക്കെ കിട്ടുന്ന പ്രസാദം ഇലയിലുള്ളത് കൊണ്ടുവന്നിട്ട് അവിടെ പൂജാമുറിയിലാണ് കൊണ്ടുവയ്ക്കുക. പൂജാമുറി ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു ഡസ്റ്റ്ബിന്നാണ്, സ്പിരിച്വൽ ഡസ്റ്റ്ബിന്നാണ്. കുറേ പുസ്തകങ്ങളുണ്ട്, പിന്നെ ഈ കുറേ ജ്യോതിഷ രത്നം, ആ രത്നം, ഈ രത്നം എന്നൊക്കെ പറഞ്ഞാൽ വൃത്തികെട്ട കുറേ മാസികകളുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഒരു വൃത്തിയും വെടിപ്പും ഇല്ലാതെ ഈ പറഞ്ഞ തിങ്ങി നിറങ്ങിയിരിക്കുന്ന ദൈവങ്ങൾ കുറേ പേരുണ്ട്. ഇങ്ങനെ ആർക്കും സ്ഥലമില്ല. ഗണപതിയുടെ തലയിലാണ് മുരുകൻ ഇരിക്കുന്നത്. മുരുകൻ്റെ പകുതി സ്ഥലം കവർ ചെയ്തുകൊണ്ടാണ് വേറൊരാളിരിക്കുന്നത്. ഇങ്ങനെ ഇവർ തമ്മിൽ, നഴ്സറി കുട്ടികൾ ഫോട്ടോ എടുക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ. പിന്നെ താഴെ അതിൻ്റെ അവിടെ എന്താ കുറേ സാധനങ്ങൾ. ആ വിളക്കിൻ്റെ കോലം കണ്ടു കഴിഞ്ഞാൽ അത് വേറൊരു കോലത്തിൽ. പിന്നെ സാമ്പ്രാണി പുകച്ച കുറ്റി. എത്രമാത്രം വൃത്തികെട്ട ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഈ സഗുണാരാധന തന്നെ നടത്തുന്നത്? അത് ശരിയാണോ? നിങ്ങൾ കഴിയുമോ അങ്ങനെ? നിങ്ങളെയാണ് പ്രതിഷ്ഠിക്കേണ്ടത്, നിങ്ങളെയാണ് അവിടെ പകരം കാണേണ്ടത്. ഞാനിങ്ങനെ ഇരിക്കുമോ? ആ സഗുണത്തിന് വേണ്ടുന്ന മര്യാദ പാലിക്കണമെങ്കിൽ എന്ത്? നിർഗുണം പഠിക്കണം. നിർഗുണം എന്താണെന്ന് മനസ്സിലാവണം. അപ്പോൾ പലപ്പോഴും എന്താണെന്ന് പറയാം, ഭഗവാൻ ഇതൊന്നും ഭഗവാനല്ല. ഭഗവാൻ എന്ന് പറഞ്ഞാൽ വേറെ എന്നാ, ഭഗവാനൊക്കെ അറിയാം, ഭഗവാൻ എല്ലാ കാര്യവും അറിയാം, ഭഗവാനിപ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്നാ. അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ സഗുണാരാധനയും നടത്തുന്നില്ല. സഗുണം അത്ര ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ്, അത്രമാത്രം ശ്രദ്ധ വേണ്ടതാണ്. കാരണം എൻ്റെ തന്നെ ഒരു വേറൊരു ജീവനായിട്ട്, ഒരു ശരീരമായിട്ടാണ് അതിനെ കാണേണ്ടത്. അപ്പോൾ അതിന് ഉടുപ്പിച്ച് കൊടുക്കുന്ന വസ്ത്രം എന്ന് പറഞ്ഞാൽ അത്ര ഏറ്റവും വിശേഷപ്പെട്ട ആളാണല്ലോ, അത്രയും വൃത്തിയായി. ചിലരൊക്കെ ഇക്കാര്യത്തിൽ ഭയങ്കര കണിശുള്ളവരാണ്. അവരാ വിളക്കൊക്കെ തേച്ച് കഴുകി ഉണക്കി തുടച്ചെടുക്കുന്നതൊക്കെ കാണണം. വിളക്ക് കത്തിക്കാൻ തിരി എടുക്കുന്നത്, ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹം ഒന്നേ ഉണ്ടാവുള്ളൂ, ഏതെങ്കിലും ഒന്ന്, അത് മതി. അത് മുഴുവൻ നല്ലോണം കഴുകി നല്ല തുടച്ച് അതിൻ്റെ ചെവിയിൽ നിന്ന് വരെ ഒരു കുട്ടികളെ ചെയ്യുന്നത് പോലെ വൃത്തിയായിട്ട് അതിന് കെട്ടുന്ന മാല എല്ലാം ഭയങ്കര ശ്രദ്ധയിലാണ് അത് ചെയ്യുക. അതാണ് സഗുണ ആരാധന. അത് പ്രകീർത്തിക്കേണ്ടതാണ്. കാരണം അവർക്ക് നിർഗുണത്തിൻ്റെ തത്വം അറിയാം. നിർഗുണത്തിൻ്റെ തത്വം അറിഞ്ഞവൻ സഗുണത്തിൽ എന്താണ്, അതിന് ജീവനുണ്ട്. അത് ജീവനില്ലാത്ത വെറും കളിമണ്ണല്ല.
നികൃഷ്ട വസ്തുനി ഉത്കൃഷ്ട ഭാവ, അവിടേക്ക് ഭാവം വന്നു. അതുകൊണ്ട് അതിന് പ്രതിമ എന്ന് പറയുന്നത് ഇതിനാൽ മേയമാക്കപ്പെട്ടതാണ്. ഇതിൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. കൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതെന്താണ്? അത് തീർത്ഥമാണ്. അതുകൊണ്ടാണ് അത് തുണിയാണോ എന്ന് ചോദിച്ചാൽ തുണിയാണ്, പക്ഷേ അത് ദേശീയ പതാകയാണ്. പിന്നെ എനിക്ക് അതുകൊണ്ട് എൻ്റെ മേശ ഉടയ്ക്കാനും എൻ്റെ വാഹനം സ്കൂട്ടർ ഉടയ്ക്കാനും പറ്റില്ല. തുടച്ചു കഴിഞ്ഞാൽ കേസ് മാറും. എന്തുകൊണ്ടാണ്? അതിൽ ഒരുപാട് പേര് രാഷ്ട്രത്തെ അതിൽ കൽപ്പന ചെയ്തിരിക്കുന്നു, അതിനെ ആരാധിക്കുന്നു ആളുകൾ. ഞാൻ കാശ് കൊടുത്ത് മേടിച്ചാന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അപ്പം അതിനെ എന്താണ്? അതിനൊരു നിയമമുണ്ട്. ആ നിയമം എന്താ? അതിനെ ആരാധിക്കേണ്ടോ റെസ്പെക്റ്റ് ചെയ്യേണ്ടതിൻ്റെയൊക്കെ അത് കൊടി മടക്കേണ്ടത് എങ്ങനെയാണ്, കൈമാറ്റം ചെയ്യേണ്ടത് എങ്ങനെയാണ്? നിങ്ങൾ ഈ വാഗാ ബോർഡറിൽ പോയി നോക്കൂ. അപ്പോൾ അവിടെ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം. ഇങ്ങനെയാണ് കൊടി ഇറക്കുന്നത്. കൊടി കയറ്റുന്നതും കാണാം രാവിലെ പോയാൽ. പതിവായി രാവിലെ അങ്ങനെ കാണികൾ പോവാറില്ല അതിൽ. പക്ഷേ കൊടി താഴ്ത്തുന്നതും അത് മടക്കുന്നതും അതിൻ്റെ മടക്കുന്ന ക്രമം, എന്നിട്ട് അത് കൈമാറ്റം ചെയ്യുന്നത്, അത് അവർ കൊണ്ടുപോകുന്നത്. ഒരു തുണിയെ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകണോ? അതൊരു തുണിയല്ലേ, അതൊരു ദേശം തന്നെയാണ്. തൻ്റെ കയ്യിലേക്ക് ഇരിക്കുന്നത് മിലിറ്ററി ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് അത് ദേശമാണ്. അതിനെയാണ് അദ്ദേഹം കൊണ്ടുപോകുന്നത്. അത് ഇറക്കുന്നതും അതിനെ നിലം തൊടാതെ അതിനെ എടുക്കുന്നതും അതിനെ മടക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. അതിനെ ഭയങ്കര രസമാണ് അത് കാണാൻ. എന്നിട്ട് അങ്ങനെ കൊണ്ടുപോകും. അതിനെ സല്യൂട്ട് ചെയ്യുന്നത് കേവലം ഒരു കോറത്തുണിക്ക് സല്യൂട്ട് ചെയ്യുന്നതാ അല്ല. അപ്പോൾ ഒരു ദേശീയ പതാകയെ എങ്ങനെയാണോ മിലിറ്ററിയിലുള്ളവർ അത്ര കരുതലോടുകൂടി അതിനെ ആരാധിക്കുന്നത്, അതുപോലെയാണോ നിങ്ങൾ ചെയ്യുന്നത്? ഇതേയൊരു ചോദ്യം. ഇതെന്ത് ഒരു ഡസ്റ്റ്ബിന്നായിട്ട് അവിടെ കൊണ്ടുപോയി എല്ലാ തൊട്ടി സാധനങ്ങളും ഇടുക? ഒരു വൃത്തി ഉണ്ടോ അതിന്? നിങ്ങളിപ്പോൾ തന്നെ പോയി നോക്കൂ നിങ്ങളുടെ പൂജാമുറിയുടെ അവസ്ഥ എന്താണെന്ന്. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ അതിൽ നിന്ന് ഭിന്നമായിട്ടുള്ളതുണ്ട്. ഒന്ന്, നിങ്ങൾ ഈ അവിടെ നാട് മുഴുവൻ പോകുന്നിടത്തുനിന്ന് മേടിച്ച് ഈ കൊണ്ടുപോയി നിറയ്ക്കൽ നിങ്ങൾ ആദ്യം ഒഴിവാക്കണം. പിന്നെ കണ്ടവരൊക്കെ കൊണ്ട് തന്നതുണ്ട്, ഇത് ഒഴിവാക്കണം. നിങ്ങൾ ആദ്യം മേടിക്കാതിരിക്കുക. അവിടെ എല്ലാവർക്കും ഇരിക്കാൻ സ്ഥലമില്ലേ? നിങ്ങൾ ഇരിക്കൂ. ഇങ്ങനെ നിങ്ങളെ ഒരു വീട്ടിൽ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ തന്നെ ഒരു 10-25 ആളുകളുണ്ട് ഒരു ബെഞ്ചിൽ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ കുത്തിയിരിക്കുക. എത്ര നേരം ഇരിക്കും? ഇവരെത്ര കൊല്ലങ്ങളായി ഇരിക്കാൻ തുടങ്ങിയിട്ടെന്നറിയോ? വാഗൺ ട്രാജഡി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ വാഗൺ ട്രാജഡിയാണ് നമ്മുടെ മിക്ക പൂജാമുറികളും. അതിൻ്റെ പരുവത്തിൽ അവരൊക്കെ ശ്വാസം മുട്ടി എന്നോ മരിച്ചിട്ടുണ്ട്. സഗുണത്തിൽ അവർ മരിക്കും. സഗുണമാണ്. സഗുണത്തിൽ എന്താണ്? അവർക്ക് ജീവനുണ്ട്. അവരുടെ ഈ പറഞ്ഞ ആവശ്യങ്ങളൊക്കെ അനിവാര്യമാണ്. നിർഗുണത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നമില്ല. നിങ്ങൾ ഈ സഗുണവും നിർഗുണവും രണ്ടും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുപോകരുത്. നിർഗുണത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ പൂജാമുറിയോ കാര്യങ്ങളൊന്നും വേണ്ട. ഈവൻ ഒരു വിളക്ക് പോലും വേണ്ട. വിളക്കിൻ്റെ ആവശ്യമില്ല. ഒരു സാധനവും വേണ്ട. കാരണം നിങ്ങളിൽ തന്നെയാണ് നിങ്ങളാണിതിൽ എല്ലാം. നിങ്ങളാണ് വിളക്ക് അകത്ത് തെളിയിക്കുന്നത്. അന്തഃജ്യോതി. അതിനെങ്ങനെ കാറ്റത്ത് കെടാത്ത ദീപം കണക്കെ അങ്ങനെ നിർത്തണം. അങ്ങനെ ഒരു ഉപമ ഭഗവാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ബ്രഹ്മം എന്ന് ചോദിച്ചാൽ ഇതാണ് ബ്രഹ്മം. അതിൻ്റെ സഗുണം ഗുണത്തോടുകൂടി എല്ലാ ഗുണങ്ങളോടും കൂടി അതിനെ ആരാധിക്കുന്നതാണ് സഗുണ ആരാധനയെന്നും. അത് എനിക്ക് മനസ്സിലാകുന്ന ഒരു രൂപമായതുകൊണ്ട്, എനിക്ക് പ്രിയപ്പെട്ടതായതുകൊണ്ട്, എന്നെ പോലെ ഒരു മുഖം, എൻ്റെ കൈകൾ, എൻ്റെ കാലുകൾ ഒരു മനുഷ്യരൂപത്തിൽ ഞാൻ ഭഗവാനെ ആരാധിക്കുന്നു. അത് എനിക്കിഷ്ടപ്പെട്ട ഒരു രൂപമാണ് കൃഷ്ണൻ, അല്ലെങ്കിൽ രാമൻ, ഗണപതി, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ആവാം. ആ രൂപം പിന്നെ എന്താണ്? അതൊരു
ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ നമ്മളെങ്ങനെ പരിപാലിക്കണം? അത് ക്ഷേത്രാദി കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ അത് മൈനറുമാണ്. അപ്പോൾ നമുക്ക് എത്രമാത്രം ശ്രദ്ധ വേണം? അങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത്? ഇതാണ് ചോദ്യം. ഇത് രണ്ടും അല്ലാത്തൊരവസ്ഥയിലാണ് നമ്മളിപ്പോൾ. അത് മാറണ്ടേ? ഇത് പറയുന്നത് ക്രിറ്റിസിസമാണോ? ആണെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ, കുറച്ചൊക്കെ അത് ആവശ്യമാണ്. ഒന്നുകിൽ നിങ്ങളെ നേരെയാക്കുക എന്ന് പറഞ്ഞാൽ ചിലർ നേരെയാകുന്നുണ്ട്, അതുകൊണ്ട് എല്ലാവരെയും നേരെയാക്കാൻ നമ്മൾ ആളല്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യം, ഇനിയിപ്പോൾ സ്വാമി ഈ പൂജാമുറിയിലുള്ള ഈ സാധനങ്ങളൊക്കെ ഞാനും കരുതിയിട്ടുണ്ട്, ഇത് എന്താ ചെയ്യുക, ഇത് എവിടെ കൊണ്ടുപോകും, എല്ലാം ഇതാക്കുന്നേ, ഒരു കെട്ടാക്കൂ. ഇനി ആർക്കെങ്കിലുമൊക്കെ വേണ്ടതുണ്ടെങ്കിൽ വേണ്ടവർക്കൊക്കെ കൊടുക്കൂ. ചിലരൊക്കെ ഇത് വീട്ടിൽ നിന്നൊക്കെ ഒഴിവാക്കുന്നതിൻ്റെ ഭയങ്കര കോമഡിയാണ്. അമ്പലത്തിൻ്റെ ആൽത്തറയുടെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവച്ചിട്ട് അവർ രക്ഷപ്പെടും. അവരെ കൈയൊടിഞ്ഞോ കാലൊടിഞ്ഞോ ഒക്കെ കൃഷ്ണനും അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാവുകയെ. എന്നിട്ട് അവർ ആരോട് ചോദിച്ചമാരോ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ അമ്പലത്തിൻ്റെ അവിടെ കൊണ്ടുവച്ചാൽ മതി, ആൽത്തറയുടെ അവിടെ വെച്ചാൽ മതി. ഇവർ കൊണ്ടുവയ്ക്കുന്ന ആൾ കാണുകയാണോ വയ്ക്കുന്നതല്ല, ആരും കാണാത്തപ്പോൾ അവിടെ കൊണ്ടുവയ്ക്കും. എന്നിട്ട് അവർ പിറ്റേ ദിവസം അമ്പലത്തിൽ പോകുമ്പോൾ ഉണ്ടല്ലോ, ഇടം കണ്ടിട്ട് ഇങ്ങനെ നോക്കും അതവിടെ ഉണ്ടോ എന്ന്. അപ്പോൾ അത് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മളെങ്ങനെ കൈയൊടിഞ്ഞ കൃഷ്ണൻ നമ്മളെ നോക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഒരു വല്ലാത്തൊരു ഒരു വിഷമാണ്. എന്നാലും നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടിട്ടല്ലോ എന്നുള്ള കേട്ടില്ല. അങ്ങനെ ഇവരെ ഇടയ്ക്കിടയ്ക്ക് നോക്കും, പിന്നെ ഒരു സൈനെ കാണാനില്ല, അപ്പോൾ ഒരു സമാധാനമായി ആവും. എന്നിട്ട് അവസാനം ഇതെല്ലാം കൂടെ എന്ത് ചെയ്യും എന്നുള്ള വേവലാതി. എന്തിനാണ് ഇതിങ്ങനെ കൂട്ടി വയ്ക്കുന്നത്? നിങ്ങൾക്ക് ഉള്ള ആ മുറിയിൽ സ്ഥലമില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു 10 ആൾക്ക് ഒക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള സൗകര്യമേ ഉള്ളൂ എങ്കിൽ 10 ആളെയൊക്കെ നമുക്ക് വിളിക്കാം. നിങ്ങളൊരു 150 ആളെ വിളിച്ചിട്ട് അവിടെ പരിപാടി നടത്തുക എന്ന് പറഞ്ഞാൽ അത് അക്രമം തന്നെയാണ്, അക്രമമാണ് അല്ലേ? എന്ന വട്ടല്ലേ ഇപ്പോൾ പൂജാമുറിൻ്റെ ഉള്ളിൽ? ആലോചിക്കുക. അർജുന, ബാക്കി ചോദ്യത്തിനൊക്കെ ഉത്തരം ഞാൻ നാളെ പറയാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.